ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു 120 വാട്ട്സിൻ്റെ സെബ്രോണിക്സിൻ്റെ റോക്സോർ എന്ന് പറയുന്ന ഒരു മോഡലാണ്. റോക്സോർ എന്ന് പറയുന്ന മോഡൽ നിങ്ങൾക്ക് അറിയായിരിക്കും. ഇതിനൊരു ഓൾഡർ മോഡലുണ്ട്, വെറും റോക്സോർ. ഇത് റോക്സോർ പ്രോ ആണ്. റോക്സോറിന് വന്നിരുന്നത് 100 വാട്ട്സ് ആയിരുന്നു. ഇതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് 120 വാട്ട്സ് ആണ്. ഇത് നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിനകത്ത് ബിൽറ്റിൻ ആയിട്ടുള്ള ബാറ്ററി വരുന്നുണ്ട്. ആ ഒരു ബാറ്ററി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 6 മണിക്കൂറോളം യൂസ് ചെയ്യാൻ പറ്റും ഈ ഒരു റോക്സോറിൽ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേയധികം LEDസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ജസ്റ്റ് ഒരു ഷോ ഓഫ് മാത്രമല്ല, ഇതിനകത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള പർപ്പസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാട്ടിനനുസരിച്ച് മ്യൂസിക് വിഷ്വലൈസേഷൻ നമുക്ക് ഇതിനകത്തും കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സ്പീക്കറിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. ഒട്ടും താമസിപ്പിക്കാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു റോക്സോറിൻ്റെ പാക്കേജിങ്ങിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിനോടൊപ്പം കിട്ടുന്ന കുറച്ച് ആക്സറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് നിങ്ങൾക്ക് ഇതിനോടൊപ്പം ഒരു മൈക്ക് കിട്ടുമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു മൈക്ക് എന്ന് പറയുന്നത്. ഈ ഒരു മൈക്കിനോടൊപ്പം തന്നെ മൈക്കിനകത്ത് ഇടാനുള്ള ബാറ്ററി ഉണ്ട്. ചാർജ് ചെയ്ത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അഡീഷണലായിട്ട് ബാറ്ററി വാങ്ങിച്ച് മുടിയേണ്ട ആവശ്യമില്ലെന്നുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു മൈക്കിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഞാനൊന്ന് ടേൺ ഓഫ് ചെയ്യാം. കഴിഞ്ഞ പ്രാവശ്യം റോക്സോറിൽ കിട്ടിയിരുന്ന മൈക്കിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ക്വാളിറ്റിയും അതുപോലെ തന്നെ ലേറ്റൻസിയും ഈ ഒരു മൈക്കിന് കുറവായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. കഴിഞ്ഞതിലാണെങ്കിൽ ബാറ്ററി ഇട്ട് കൊടുത്താൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളായിരുന്നുള്ളൂ. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ബാറ്ററി വാങ്ങിച്ചിടേണ്ട ആവശ്യമില്ല. ഇവിടെ ടൈപ്പ് സി ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചാർജ് ചെയ്യാൻ പറ്റും. അഡീഷണലി നമ്മുടെ ഈ ഒരു കവറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്രാവശ്യം ഒരു റിമോട്ട് കൂടെ കിട്ടുന്നുണ്ട്. ഈ ഒരു റിമോട്ടിൽ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു റിമോട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു റിമോട്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഒരു റിമോട്ട് ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾക്ക് ഒട്ടുമിക്ക കാര്യങ്ങളും നിങ്ങളുടെ ഈ ഒരു മുകളിൽ വരുന്ന ഈ ഒരു കൺസോളിൽ തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കൺസോളിൽ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മുകൾ വശത്തായിട്ട് തന്നെ ഒരു LED ലൈറ്റിംഗ് എഫക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഈ നോബുണ്ടല്ലോ, വോളിയത്തിൻ്റെ നോബ് നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് ആ ഒരു എഫക്റ്റ് വരുന്നത് അടിപൊളിയായിട്ടുണ്ട്. അതിനനുസരിച്ച് നമുക്കറിയാൻ പറ്റും എത്രത്തോളം വോളിയത്തിലാണ് നിലവിൽ ഈ ഒരു സ്പീക്കർ ഉള്ളതെന്ന്. സോ മൂവിങ് ഓൺ ആക്സസറീസിലേക്ക് പിന്നീട് വന്നു കഴിഞ്ഞാൽ ഒരു പവർ കേബിൾ കൊടുത്തിട്ടുണ്ട്. ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ്സ് എ നോർമൽ പവർ കേബിളാണ് ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഡയറക്റ്റ് AC കറണ്ടിലാണ് യൂസ് ചെയ്യുന്നത്. ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു HDMI കേബിൾ കൊടുത്തിട്ടുണ്ട്. HDMI കേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. HDMIയുടെ ഓഡിയോ ആർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് തന്നെ. അതിന് വേണ്ടിയിട്ടാണ് അഡീഷണൽ ആയിട്ടൊരു ആർക്ക് കേബിൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു മൈക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈപ്പ് സി കേബിൾ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു അഡീഷണൽ ഓക്സ് കേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമ്മുടെ റോക്സോർ പ്രോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 15,999 രൂപയാണ്. ഇതൊരു ഇൻട്രൊഡക്ടറി പ്രൈസാണ് കേട്ടോ. ഓരോ പ്രോഡക്റ്റ്സും ലോഞ്ച് ആവുന്ന സമയത്ത് അതിനൊരു ഓഫർ ഡിസ്കൗണ്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇൻട്രൊഡക്ടറി പ്രൈസായിട്ട് 15,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും. ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ എന്തായാലും സ്പീക്കറിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹെവി ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. 130 വാട്ട്സിൻ്റെ സ്പീക്കറും അതുപോലെ തന്നെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ വരണ്ടേ. അപ്പോൾ അത്യാവശ്യം ഹെവിയാണ്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു കൺസോൾ നിങ്ങൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് ഡോൾബി ഓഡിയോ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഡോൾബി എക്സ്പീരിയൻസ് ഇവിടെ ആയിട്ട് കിട്ടും. ഇവിടെ കാണുന്ന ഈ ഒരു പച്ച ലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ലൈറ്റ് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 50% അല്ലെങ്കിൽ 50%ഓട് അടുപ്പിച്ചുള്ള ചാർജ് ഉണ്ടെന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ ഇൻപുട്ടിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് അതുപോലെ തന്നെ മ്യൂട്ട് ലൈറ്റിംഗ് എഫക്ട്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്വിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് എഫക്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം പാട്ടിടുന്ന സമയത്ത്. പിന്നെ മുന്നേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് സെബ്രോണിക്സിൻ്റെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. നൈസ് ഒരു ഗ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് വേണ്ട ആ ഒരു ലൈറ്റിംഗ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആയിട്ടൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഹാൻഡിൽ വളരെയധികം യൂസ്ഫുൾ ആണ്. കാര്യം ഈ ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയും എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ളൊരു ഹാൻഡിലുള്ളത് പാട്ടറിയാതെ കയറി വന്നത്. അപ്പോൾ ഈ ഒരു ഹാൻഡിലുള്ളത് വളരെയധികം യൂസാണ് കേട്ടോ. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ഹാൻഡിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിൻവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്കൊരു ചെറിയൊരു കൺസോൾ ലൈക്ക് സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഇൻപുട്ട്സ് ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇവിടെയായിട്ട് നമുക്ക് അഡീഷണൽ മൈക്സ് കണക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ കണക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷനുണ്ട്. പിന്നെ ആ ഒരു മൈക്കോ ഗിറ്റാറോ കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു നോബ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ GT മൈക്ക് മോഡിലേക്ക് സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതുപോലെ തന്നെ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഓക്സിനും ഇവിടെ തന്നെയാണ് വരുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആർക്ക് ഓപ്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ റീസെറ്റ് ബട്ടൺ ഉണ്ട് കേട്ടോ. റീസെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഈസിലി ഇതൊരു റബ്ബർ ബുഷാണ്. ഇതിങ്ങനെ നമുക്ക് അടച്ച് ഈസി ആയിട്ട് വയ്ക്കാൻ പറ്റും. ഇതിൻ്റെ അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു ഊഫർ സെറ്റപ്പിൻ്റെ ഹോള് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഇതിൻ്റെ അടിയിലാണ് നമ്മുടെ AC കണക്ട് ചെയ്യേണ്ടത്. അതായത് നമ്മളിത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും സെറ്റപ്പാണ് ഇതിൻ്റെ പുറമേ വരുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ കൺസോളിലേക്ക് തന്നെ വരാം. ഈ ഒരു കൺസോളിൽ തന്നെ 2-3 കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുണ്ട്. ഒന്നാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിംഗ് ബട്ടണാണ്. ഈ ഒരു സെറ്റിംഗ് ബട്ടണിൽ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പാട്ടിൻ്റെ രീതിയും കേൾക്കുന്ന രീതിയും ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ഒരു സാധനം അറിയുന്നതും നമ്മുടെ ആ ഒരു ബാറ്ററി ഇൻഡിക്കേറ്ററിൽ തന്നെയാണ്. ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അതിലുള്ള ചേഞ്ചസ് അനുസരിച്ച് നമുക്ക് ഓരോ മോഡാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അത് കഴിഞ്ഞ് ഇവിടെ ആയിട്ടുള്ളത് നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ തന്നെയാണ് കേട്ടോ. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ചെറിയൊരു പാട്ടിടാം. സോ അപ്പോൾ ഞാനിവിടെ ബ്ലൂടൂത്തിലാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബ്ലൂടൂത്ത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് വളരെ ഈസി ആയിട്ടുള്ള പെയറിംഗ് ആണ്. അപ്പോൾ ഇവിടെയായിട്ട് ഞാൻ 0-ലാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു പാട്ട് കേൾക്കുന്ന സമയത്തിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു സൗണ്ട് എഫക്ട്സും കാര്യങ്ങളും കാണിച്ചു തരാൻ പറ്റും. നമുക്ക് 0 to 100 നൈസ് ആൻഡ് സ്മൂത്തായിട്ട് നമുക്കൊന്ന് കേട്ട് നോക്കാം, എങ്ങനെയാണ് സൗണ്ട് ചെയ്യുന്നത് നോക്കാം. സോ ഗൈസ്, സൗണ്ടിങ് എന്ന് പറയുന്നത് ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ. കോപ്പി റൈറ്റ് വരാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, എന്നിരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ സൗണ്ടിങ് എന്ന് പറയുന്നത് റോക്സോർ കുറച്ചുകൂടെ ബേസി ആയിട്ട് എനിക്ക് തോന്നി. ഇത് കുറച്ചുകൂടെ വോയിസ് ക്വാളിറ്റി കാര്യമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് വോയിസ് ക്വാളിറ്റിയിലും ആ ഒരു ഓരോ ടോണിലും നമുക്കറിയാൻ പറ്റുന്ന കാര്യങ്ങൾ ഈച്ച് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ബേസ് കുറച്ചുകൂടെ കുറഞ്ഞതായിട്ട് എനിക്ക് തോന്നി. ഐ ഡോണ്ട് നോ വാട്ട് ദാറ്റ് ഈസ്. അപ്പോൾ എന്തായാലും ബേസിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താൻ തോന്നി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, ഒരു തരത്തിലും അഫക്റ്റ് ചെയ്യുന്ന തരത്തിലല്ല. അതിൻ്റേതായിട്ടുള്ളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ സൗണ്ട് കൂട്ടണമെങ്കിൽ നിങ്ങൾ AC കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ സൗണ്ട് ഇൻക്രീസ് ആവുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അക്കാര്യം കൂടെ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ബാറ്ററിയിലായിരിക്കുന്ന സമയത്ത് ഒരു 0 to 5% സൗണ്ട് കുറച്ചായിരിക്കും കേൾക്കുന്നത്. AC കണക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു എക്സ്ട്രാ സൗണ്ടും കൂടെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ആംബിയൻറ്റ് ലൈറ്റിങ്ങും നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ പറ്റും. ഇരട്ടത്ത് അത് നിങ്ങൾക്ക് നല്ല വിസിബിളാണ്. അപ്പോൾ ഒരു പാർട്ടി മോഡിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പീക്കർ തന്നെയാണ് ഈ റോക്സോർ പ്രോ എന്ന് പറയുന്നത്. ഇനി ടെക്നിക്കൽ സ്പെസിഫിക്കേഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ 120 വാട്ട്സാണ്. നിങ്ങൾക്ക് 5 മണിക്കൂറാണ് ഇതിന് ബാക്കപ്പ് കിട്ടുക. അതായത് തുടർച്ചയായിട്ട് 5 മണിക്കൂർ ബാക്കപ്പ് കിട്ടും. ചാർജ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. 1 മണിക്കൂർ ചാർജ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു 5 മണിക്കൂർ ബാക്കപ്പ് കിട്ടുന്നത്. 120 വാട്ട്സിൻ്റെ RMS ഔട്ട്പുട്ട് നൽകുന്ന സ്പീക്കറുകളാണ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് 5.4 ആണ് കേട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സീംലെസ് ആണ്. ഇതിനകത്ത് ഒരു തരത്തിലുള്ള ലാഗും ഫീൽ ചെയ്യുന്നില്ല. ട്രൈ ചെയ്തതിനു ശേഷം വളരെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ ആ ഒരു ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അക്കാര്യത്തിലും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ബിൽഡ് ക്വാളിറ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് ബിൽഡാണ്, പക്ഷേ വളരെ ടഫ് ആൻഡ് ആയിട്ടുള്ള ABS പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇതിനും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇതിനും എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോക്സോർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ പോകുന്നിടത്തും ഓഫ് റോഡ് പോകുന്ന സ്ഥലത്തും എല്ലാം ഈ റോക്സോർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ റോക്സോർ അതിനകത്ത് എങ്ങനെയൊക്കെ ഷേക്കും വീഡിയോ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി വെച്ചിട്ടാണെങ്കിൽ ഇതും ഗ്യാരൻറ്റീഡ് ആയിട്ട് പറയാൻ പറ്റും അത്തരത്തിലുള്ളൊരു സ്ട്രോങ് ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇൻട്രൊഡക്ടറി പ്രൈസാണ് 15,999 എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വാങ്ങിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുമായിട്ട് റിലേറ്റഡ് എന്ത് സംശയം ഉണ്ടെങ്കിലും താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഇത് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പോവുക, അവിടെ ലിങ്ക് ഉണ്ട്, അതുവഴി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം കൂടുതൽ ഗാഡ്ജറ്റുമായിട്ട്. Bye guys.